നമ്മൾ ഇന്ന് വീഡിയോയിൽ പോളാർ കർവ്സിന്റെ ഏരിയ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഏരിയ ഇൻസൈഡ് പോളാർ കർവ്സ് കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ എ പോളാർ കർവ് എ ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ. ഏതാണ് ആ ഫോർമുല? ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ 1/2 r സ്ക്വയർ ഡി തീറ്റ. ഓക്കെ, ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ ഏരിയയ്ക്ക്. ഈ ഫോർമുല വെച്ചിട്ട് എങ്ങനെ ഏരിയ അണ്ടർ എ പോളാർ കർവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: find the area of the region inside the cardioid r is equal to 4 plus 4 cos theta, and outside the circle r is equal to 6. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കാർഡിയോയിഡിനകത്തും സർക്കിളിന് വെളിയിലുമുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൽഫ ബീറ്റ കിട്ടണം. ആറൊക്കെ രണ്ടെണ്ണമൊക്കെ തന്നിട്ടുണ്ട്. ഏത് മൈനസ് ചെയ്യണം, ആൽഫ ബീറ്റ ഇതെല്ലാം നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്ക് കർവിനെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കർവിനെ അറിയാനായിട്ട് r is equal to 4 plus 4 cos theta എന്ന് പറഞ്ഞാൽ അതൊരു കാർഡിയോയിഡ് ഏത് ഷേപ്പാന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഷേപ്പിലുള്ളതാണ്, 4 plus 4 cos theta. ഓക്കെ, ഇനി നമുക്കറിയാം അതിലെ ഇതാണ് പോളിൽ നിന്ന് പോളാർ ആക്സിൽ ഇത് 0 ഡിഗ്രിയിലേക്ക് വരുന്നത്. ഇനി 45 ഡിഗ്രി ഉണ്ട്, ഇത് 90 ഡിഗ്രിയിലേക്ക് വരുന്നത്. അതുപോലെ ഇത് പൈ 180 ഡിഗ്രിയിലേക്ക്, ഇത് 270 ഡിഗ്രിയിലേക്ക്, വീണ്ടും 360യിലേക്ക് ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ തീറ്റ എന്നുള്ളത് 0 കൊടുക്കുമ്പോൾ ആറിന്റെ വാല്യൂ എത്ര വരും? r is equal to 4 plus cos 0. cos 0 1 ആണ്. അപ്പോൾ 4 plus 4 8 ആണ്. അതായത് ഇവിടം വരെയുള്ള പോയിന്റ് 8 യൂണിറ്റ് അകലത്തിലാണ്. ഇത് 0 ആണെങ്കിൽ അവിടുന്ന് 8 യൂണിറ്റ് അകലത്തിലാണ്. ഇനി നമുക്ക് ഈ പോയിന്റ് കൂടെ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ π/2 അല്ലെ? π/2 ആകുമ്പോഴത്തേക്കും തീറ്റ π/2 ആകുമ്പോൾ r is equal to 4 plus 4 cos π/2. cos 90 cos π/2 0 ആണ്. അപ്പോൾ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എവിടെ കൊണ്ടാണ് പോകുന്നത്? 4 യൂണിറ്റ് അകലത്തിലാണ്. അപ്പോൾ കാർഡിയോയിഡിനെ പറ്റി നമുക്ക് ഐഡിയ കിട്ടി. ഇനി അടുത്ത കർവ് ഏതാണ്? r is equal to 6 എന്ന്. r is equal to 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 6 യൂണിറ്റ്. അപ്പോൾ അവിടെ ഒറിജിൻ തീറ്റ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഒറിജിൻ അല്ലെങ്കിൽ പോള് സെൻറ്റർ ആയിട്ടുള്ള ഈ ഒരു സർക്കിളാണ് r is equal to 6. അപ്പോൾ നമുക്കറിയാം ഇത് എവിടം വരെ വരും? ഇത് 6 യൂണിറ്റ് മേളിലേക്ക് വരും. ഇത് 0 ആയിരിക്കും. ഇത് 6 യൂണിറ്റ്, അങ്ങോട്ടും -6, അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കർവും കൂടെ നമുക്ക് ഇനി ഒരൊറ്റ ഫിഗറിലേക്ക് വരയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സർക്കിൾ വരയ്ക്കാം. 6 യൂണിറ്റ് ഉള്ള അല്ലേ? സോറി, യൂണിറ്റ് 6 വരെ വരുന്നുണ്ട്. ഇനി 4 plus 4 cos theta അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് 8 വരെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് 8 വരെ, ഇത് 6 വരെ, ഓക്കെ, ഇത് 4 വരെ. അങ്ങനെയാണ് നമുക്ക് അകത്തൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയത്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ചോദിച്ചിരിക്കുന്ന പോർഷൻ ഇൻസൈഡ് കാർഡിയോയിഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കിൾ. അപ്പോൾ കാർഡിയോയിഡിനകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് മൊത്തം ഇങ്ങനെ വരും. ഔട്ട്സൈഡ് സർക്കിളാണ്. അപ്പോൾ ഏതാണ്? ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? ഇവിടെ ഇത്രയുണ്ട്, അതുപോലെ ഇവിടെ ഇത്രയുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമുക്ക് വേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം.
ഓക്കെ, അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ജോയിന്റ് കണ്ടുപിടിക്കണം. ഈ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടാണ് ആ ജോയിന്റ് പോകുന്നത്? ഇത് സിമെട്രിക്കൽ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ ആയിട്ട് വരുള്ളൂ. ഈ ജോയിന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അതാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നതും ഇത് ബീറ്റ എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ ഈ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് കാർഡിയോയിഡിനകത്തുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഇവിടെ മുഴുവനുണ്ട്. അതിൽ നിന്ന് ഇതിനകത്ത് സർക്കിളിനകത്തുള്ള ഏരിയ കണ്ടുപിടിക്കുക. അത് മൈനസ് ചെയ്യുമ്പോൾ ഇതിനുള്ള വെളിയിലുള്ള ഏരിയ ആവും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ഫോമുലയൊക്കെ ഉണ്ട്. ഇനി എങ്ങനെ ഈ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കും? രണ്ട് ഇക്വേഷൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സാറിന് എന്താ ചെയ്യുന്നത്? അതിനെ സോൾവ് ചെയ്യും അല്ലെ. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഇവിടെ സോൾവ് ചെയ്യാം. r = 6 r = 4 + 4 cos θ കൂടെ സോൾവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 4 cos θ = 2 എന്ന് വരുമല്ലോ. ദാറ്റ് ഈസ് cos θ = 1/2 എന്ന് വരും. cos θ 1/2 ആകുന്ന വാല്യൂ ഏതാണ്? നമുക്കറിയാം θ = എത്രയാണ്? cos θ 1/2 ആകുന്നത് 60 ഡിഗ്രി ആണ് അല്ലെ. π/3 ആണ്. അപ്പോൾ ഈ ബീറ്റ എന്ന് പറയുന്ന ഈ ഫിഗറിൽ ഇത് π/3, അതായത് 60 ഡിഗ്രി വരും. അപ്പോൾ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്ത് വരും? -π/3. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആംഗിൾ എല്ലാം കിട്ടിക്കഴിഞ്ഞു. Therefore required area is equal to integral alpha to beta half r² dθ അല്ലെ. അപ്പോൾ ഇവിടെ r² dθ ആണ്. ഇവിടെ r ഏതിന്റെ വരും? മൈനസ് ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ ഹാഫ് r² dθ. ഓക്കെ, അപ്പൊ ഇവിടെ r എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ കാർഡിയോയിഡ് ആണ് അല്ലെ. അപ്പൊ കാർഡിയോയിഡ്, ഈ r കാർഡിയോയിഡിന്റെയും ഇത് എന്ന് പറയുന്നത് സർക്കിളിന്റെയും. ഓക്കെ, സർക്കിളിന്റെയും ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -π/3 to π/3. സെയിം ലിമിറ്റ് ആണ്. 1/2 രണ്ടിനും ഉണ്ട്. അങ്ങനെയാണ് ഒരുമിച്ചൊരു ഇന്റർവെൽ ആയിട്ട് എഴുതാം. ഓക്കെ, ആദ്യത്തെ കാർഡിയോയിഡിന്റെ ഫോർമുല 4 + 4 cos θ the whole square r² ആയി, മൈനസ് രണ്ടാമത്തെ സർക്കിളിന്റെ r². സർക്കിളിന്റെ r എന്ന് പറയുന്നത് 6 ആണ്, 6² dθ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1/2 into ഇന്റഗ്രൽ -π/3 to π/3. ഇത് എക്സ്പാൻഡ് ചെയ്യുക അല്ലെ. 4 വേണേൽ വെളിയിലെടുക്കാം. അപ്പൊ 16 ആകും. ബാക്കി 1 + 2 cos θ + cos² θ, പിന്നെ -36 dθ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. 1/2 കൂടെ അകത്തേക്ക് വേണേൽ കൊടുക്കാം. അപ്പോൾ 8 into ഇന്റഗ്രൽ 8 into എന്തൊക്കെയാണ്? 1 + 2 cos, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അതിനെ വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 into ഇന്റഗ്രൽ 16 + 32 cos θ plus 16 cos² θ. cos² θ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1 + cos 2θ/2 എന്ന് നമുക്ക് ആക്കി വെച്ചേക്കാം. -36 dθ ആണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് ടൈം ബൈ ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into ഇന്റഗ്രൽ 16 - 36 -20 എന്ന് വരും അല്ലെ. -20 + 32 cos θ plus 8 cos 2θ dθ -π/3 to +π/3. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 into -20θ plus 32 cos θയുടെ ഇന്റഗ്രൽ sin θ plus 8. ആ 8ഉം കൂടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആക്കായിരുന്നു അല്ലെ. അപ്പൊ നമുക്കതിനെ -20 + 8 എന്ത് വരും? -12. അതങ്ങ് ഒരുമിച്ചുണ്ട്. -12θ 32 sin θ
പ്ലസ് 8 സൈൻ 2 തീറ്റ ബൈ 2 ആണ് ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 3 പ്ലസ് പൈ ബൈ 3. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് സൈൻ പൈ ബൈ 3 അല്ലെങ്കിൽ സൈൻ 60യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ പൈ ബൈ 3 എത്രയാണ്? സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. ഇനി സൈൻ മൈനസ് പൈ ബൈ 3 ആയാലും മൈനസ് സൈൻ പൈ ബൈ 3 എന്നാണ്. ദാറ്റ് ഈസ് മൈനസ് √3/2 ആകും. കോസ് വേറെ ഇല്ലല്ലോ. ഈ വാല്യൂ എല്ലാം കൂടെ കൊടുത്തു വരുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് 18√3 മൈനസ് 4π എന്ന് കിട്ടണം. ഓക്കെ, അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ അതേപോലെ. Find the area of the region inside the circle r is equal to 3 sin theta and outside the cardioid റോസ് കർവ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാർഡിയോയിഡ് r is equal to 1 plus sin theta. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെയും കർവിനെ പറ്റി നമുക്ക് അറിവ് വേണം. അതായത് സർക്കിൾ r is equal to 3 sin theta എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർക്കിൾ, അതിനാണ് നമ്മൾ കർവൊക്കെ നമ്മൾ ആദ്യം പഠിച്ചത്. ഓക്കെ, ഇതുപോലത്തെ ഒരു ഇതാണ് r is equal to 3 sin theta എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ഡയമീറ്റർ എത്ര വരുമെന്നൊക്കെ അറിയാനായിട്ട് π/2 കൊടുത്താൽ മതി. സൈൻ π/2 1 ആണ്. അപ്പോൾ 3 യൂണിറ്റ് വരെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഇത് 0 ആണ്. ഓക്കെ, ഇനി കാർഡിയോയിഡിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം 1 plus sin theta ആണ്. അത് മുകളിലേക്കാണ്. ഈ ഷേപ്പിലുള്ള കാർഡിയോയിഡ് ആണ് r is equal to 1 plus sin theta. ഇതിന്റെ ഹൈറ്റ് എന്തുമാത്രം പോകുന്നുണ്ട്, റൈറ്റിലേക്ക് എത്രയുണ്ട്? തീറ്റ 0 ആകുമ്പോൾ സൈൻ 0 0 ആണ്. 1 അപ്പോൾ r is equal to 1 ആകും. π/2 ആകുമ്പോൾ സൈൻ π/2 1 ആണ്. 1 plus 1 2 ആകും r എന്നുള്ളത്. ഓക്കെ, ഇത് -1ലേക്ക് പോകും. ഇതാണ് ഇതിന്റെ ഷേപ്പ്. ഇത് രണ്ടും കൂടെ ഒറ്റ ഫിഗറിലായിട്ട് നമ്മളപ്പം വരയ്ക്കുമ്പോൾ മുകളിലേക്കാണ് കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 2 യൂണിറ്റ് ആണ് കാർഡിയോയിഡ് പോകേണ്ടത്. സർക്കിൾ 3 യൂണിറ്റ് വേണം. നമുക്ക് സർക്കിളിനെ നമുക്ക് ഓക്കെ 0 മുതൽ ഇവിടെ 3 യൂണിറ്റ് വരെ പോയിട്ടുണ്ട്. ഇനി കാർഡിയോയിഡ് ഇവിടുന്ന് 2 യൂണിറ്റ് വരെ പോയാൽ മതി. ഇവിടെ വലുതാക്കാനല്ലേ, കുഴപ്പമില്ല. ഇതാണ് 2 എന്ന് വിചാരിച്ചു. 2 യൂണിറ്റ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് കാർഡിയോയിഡ്, ഇൻസൈഡ് സർക്കിൾ. അപ്പോൾ ഇവിടെ റീജിയൻ എവിടെ വരും? ഇവിടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ 2 പോയിന്റ് അറിയാമെങ്കിൽ ഇത് നമുക്ക് ഇവിടുന്ന് ഇത് ആൽഫയും ബീറ്റയും നമുക്ക് അറിയാമെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെ അകത്ത് സർക്കിളിനകത്തുള്ള ഏരിയ മൈനസ് ആൽഫയുടെയും ബീറ്റയുടെ അകത്ത് കാർഡിയോയിഡിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷന്റെ ഏരിയ കിട്ടും, ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആംഗിൾ ഏതാണെന്നുള്ളത് വേണം. ഇതും വേണം. സിമെട്രിക് ആയതുകൊണ്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ കാര്യവും പറയാം. ഇത് വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ, ഇതാണ് നമ്മുടെ ബീറ്റ. ഇത് രണ്ടും അറിയണം. ആ രണ്ടും കർവ് കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. രണ്ടും കൂടെ സോൾവ് ചെയ്യുക. r is equal to 3 sin തീറ്റയും r is equal to 1 plus sin തീറ്റയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ 2 sin theta is equal to 1, that is sin theta is equal to 1/2. അപ്പോൾ തീറ്റ എത്രയാണ്? sin theta 1/2 ആകുന്നത് 30 ഡിഗ്രിക്കാണ് അല്ലേ? അതായത് π/6നാണ്. π/6. അപ്പോൾ ഇത് π/6 ആണ്, 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും ഇവിടുന്ന് π/6 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് π minus π/6 എടുത്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5π/6. അങ്ങനെ ബീറ്റ കിട്ടി. ഓക്കെ, അപ്പോൾ ആൽഫ π/6ഉം അതുപോലെ ബീറ്റ 5π/6 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്കുള്ള ഏരിയ
നമുക്ക് ചെയ്യാം. Therefore required area is equal to integral alpha to beta half r square d theta minus integral alpha to beta half r square d theta ആണ്. ഇവിടെ ഫസ്റ്റ് r എന്ന് പറയുന്നത് സർക്കിൾ ആണ്. രണ്ടാമത്തെ r എന്ന് പറയുന്നത് കാർഡിയോയിഡ്. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ π/6 മുതൽ 5π/6 വരെ. അപ്പോൾ ഫുൾ കവർ ചെയ്യുമല്ലോ. ഹാഫ് വേണമെങ്കിൽ നമുക്ക് വെളിയിലെടുക്കാം. ഇനി സർക്കിളിന്റെ r സ്ക്വയർ എന്ന് വെച്ചാൽ 3 sin തീറ്റയുടെ സ്ക്വയർ മൈനസ് കാർഡിയോയിഡിന്റെ r സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 + sin തീറ്റയുടെ ഹോൾ സ്ക്വയർ d തീറ്റ. ഇനി എക്സ്പാൻഡ് ചെയ്യുക, സൈൻ സ്ക്വയർ ഒക്കെ കമ്പൈൻ ചെയ്യുക. സൈൻ സ്ക്വയറിന്റെ ഇന്റഗ്രേഷൻ പാടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 - cos 2θ/2 എന്ന് കൊടുക്കും. അതെല്ലാം കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ആൻസർ π എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ ചെയ്യാലോ. അപ്പൊ ആകെ ഒരേ ഒരു ഫോമുലേ ഉള്ളൂ. കർവിനെ പരിചയപ്പെട്ട് അതിന്റെ ഏത് റീജിയനാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യുക. ഓക്കെ.